ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ചിക്കൻ സാലഡ് റെസിപ്പി നോക്കാം. സാലഡിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് സാലഡ് ഡ്രസ്സിങ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 100 ml തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 5-6 ചെറിയുള്ളിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡിയാണ്. ഈ ഐറ്റം പല ടൈപ്പിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് എനിക്ക് തോന്നിയത്. ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ വേവിക്കലാണ്. ഒന്നുകിൽ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങി വേവിക്കാം. വറുക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ കുരുമുളകും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. വെള്ളത്തിലിട്ട് തിളപ്പിക്കാനാണെങ്കിൽ ഈ ഉപ്പും കുരുമുളകും ഒക്കെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. ഉപ്പും കുരുമുളകും മാത്രമായതുകൊണ്ട് ഇതിനൊരു കളറ് വരില്ല. നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം എണ്ണയിലേക്ക് ഇടാനായിട്ട്. പക്ഷെ നിങ്ങൾ വെള്ളത്തിലിട്ടാണ് വേവിക്കുന്നതെങ്കിൽ ഒറ്റ വലിയ പീസായിട്ട് ഇടാൻ നോക്കുക. കുക്കായതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി. ഓരോ പീസും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഫ്ലഷ് കളർ മാറി വൈറ്റ് കളർ ആവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യണം. നമ്മുടെ ചിക്കൻ ഇവിടെ വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ മുറിഞ്ഞു പോവാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിക്കൻ കുക്കായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ ബ്രോക്കളിയും ക്യാരറ്റും ബീൻസും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനുള്ള വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഹാഫ് കുക്ക്ഡ് ആക്കി എടുക്കണം. ചിക്കൻ വറുത്ത് സെയിം എണ്ണയിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവയും ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ട് എടുത്താൽ മതി. ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാതെയും സാലഡിൽ ചേർക്കാം. കുക്കുംബർ, ലെറ്റസ് ലീവ്സ്, ഒലീവ് സീഡ്സ് എല്ലാം നിങ്ങൾക്ക് സാലഡിൽ ചേർക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ക്യാരറ്റ് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസും ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നല്ലൊരു പച്ച കളറ് വരുന്നത് വരെ നമ്മളൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രോക്കോളി ആഡ് ചെയ്ത് കൊടുക്കുക. ബീൻസ് പോലെ തന്നെ നല്ലൊരു ഗ്രീൻ കളറ് വരുന്നത് വരെ ബ്രോക്കോളിനെയും സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് സീസണിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ സോട്ടഡ് വെജിറ്റബിൾസ് റെഡിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആൻഡ് ആവശ്യത്തിന് ഉപ്പ്. ജീരകവും ഉലുവയും നമ്മൾ ആദ്യം തന്നെ എണ്ണയിൽ ഇട്ടതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സാലഡ് മേക്കിങ്ങിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും നന്നായി മിക്സ് ചെയ്യണം. ആദ്യമായിട്ട് സോട്ടഡ് വെജീസ് എടുക്കുക. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്താണ് നിങ്ങൾ റോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിക്കൻ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ചിക്കനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ച സാലഡ് ഡ്രസ്സിങ്ങും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റി ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ സാലഡ് റെഡിയായി. ചിക്കൻ കുറച്ച് വലിയ പീസായി കിടക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. ചിക്കൻ കുക്കായതിന് ശേഷം ഒന്ന് ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുത്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.